जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम राम हरे हरे। हरे कृष्ण 10ാം അധ്യായം ഇതാണ് നമ്പർ 1/3 കഴിഞ്ഞു. 10ാം അധ്യായത്തിലെ സമഗ്രത പറഞ്ഞാൽ ആദ്യം ഭഗവാനെ കുറിച്ചനെ അദ്ദേഹത്തിന്റെ ആത്യന്തികമായ സത്യം തത്വം അദ്ദേഹം തന്നെയാണെന്ന് 4 ശ്ലോകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഏതൊക്കെ ആ 4 ശ്ലോകം? നമ്മൾ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആദ്യത്തെ ശ്ലോകം പറയാതെ എന്റെ ആദ്യം അദ്ദേഹം പറയേണ്ടത് എന്നെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദേവന്മാർക്കും ഋഷിമാർക്കും ഒന്നും എല്ലാത്തിന്റെയും തുടക്കം ഞാനാണെങ്കിൽ ശരി, അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് 4 ശ്ലോകങ്ങളോട് ഏറ്റവും വലിയ 8, 9, 10, 11. അതിലെന്താ ചുരുക്കിയിട്ട് പറഞ്ഞല്ലോ, എന്താ പറയുക, ചാതുശ്ലോക്യം അല്ലെ? ഭഗവത്ഗീതയിലെ ചാതുശ്ലോക്യം. ഹം സർവസ്യ പ്രഭവ അടുത്തത് 9 ബോധയന്ത പരസ്പരം കഥയന്തമാനിത്യം നിത്യയുക്ത ഉപാസരേ. 12 10 ഭജതാം പ്രീതിപൂർവം 11 തേഷാം ഏവ അനുകമ്പാർത്ഥം മാശ്രയാമി ഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അതിൽ മാത്രം പ്രഭാതൊരു പുറപ്പെട്ട പ്രത്യേകം ശ്രദ്ധിച്ചറിയില്ല. അവസാനത്തെ ശ്ലോകത്തിന്റെ അതിൽ മാത്രമേ പറയുന്നുള്ളൂ. ഒരു സ്പിരിച്വൽ മാസ്റ്റർ ഇല്ലാതെ തന്നെ വളരെയധികം ഭഗവാന്റെ കരുണ കൊണ്ട്, അങ്ങനെ എന്താ പറയാ, അഹേതുവായ കരുണ കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു പക്ഷേ സ്പിരിച്വൽ മാസ്റ്റർ ഇല്ലാതെ തന്നെ അല്ലേ പാട്ടിൽ പറയുന്നത്, സ്പിരിച്വൽ മാസ്റ്റർ ഇല്ലാതെ തന്നെ അതിലെ തത്വം ഗ്രഹിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ വളരെ റയർ കേസ് അത്. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഇൻസ്റ്റൻസ് ശീലാപ്രഭാത ആരെങ്കിലും കൂട്ടിയതെന്ന് അറിയില്ല. ഈ ഭാവത്വത്തിലേക്കും കൂട്ടിയതിൽ ആരെ പറ്റിയിട്ട് അങ്ങനെ എന്നാലും വളരെ വളരെ റയർ കേസാണ്. പക്ഷെ നമുക്ക് ഇതിന് ആ റയർ കേസിൽ പെടണ്ട. നമുക്ക് ആ പരമ്പരയിലൂടെ മാത്രം ആ ഭഗവത്ഗീത സാക്ഷാത്കാരം ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ അർജുനന്റെ റിയലൈസേഷൻസില് 2 ശ്ലോകം ആണ്. അതെ, ഭഗവാന്റെ ആ കംപ്ലീറ്റ് ഇത് പറയുന്നുണ്ട്. ഏതാണ്? പരധാമം പവിത്രം പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭു അഹുസ്ത്വം ഋഷയ സർവേ ദേവർഷി നാരദാസ്തദാ അസുരേ ദേവലോ വ്യാസഃ സ്വയമേവ ബ്രവീഷിമേ. അപ്പോ അർജുനൻ അതിൽ പറയുന്നത് ആത്മപ്രശംസ, ഒരു ഫ്രണ്ടിനെ സോപ്പ് അടിക്കാനായിട്ട് അവർ പറയുന്ന കാര്യമല്ല. വളരെ വ്യക്തമായിട്ട് റിയലൈസേഷൻസ് ആണ്. ആ റിയലൈസേഷൻ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല ബേസ് ഉണ്ട്. എന്താ ബേസ്? അത് വെറുതെ പറയല്ല, റിയലൈസ് ചെയ്തു. എങ്ങനെ റിയലൈസ് ചെയ്തു? നമ്മുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ശാസ്ത്രം, സെയിൻസ് ആൻഡ് ഗുരു. സ്പിരിച്വൽ മാസ്റ്റർ, ശാസ്ത്ര, സെയിൻസ് ആൻഡ് സ്പിരിച്വൽ മാസ്റ്റർ. 3 SS അല്ലെ, ട്രിപ്പിൾ S. ഈ 3 S. അപ്പൊ അതിലെ സെയിൻസിനെ പറയുന്നുണ്ട്. ആരാ സെയിൻസ്? ആരാ? നാരദ, അസിത, ദേവന, വ്യാസ. ഈ 4 സെയിൻസ് പറയുന്നത്. ഈ 4 സെയിൻസ് ശാസ്ത്രം പറയുന്നില്ലേ? ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രം ഭഗവാൻ തന്നെ പറയുന്നത് സ്വയമേവ പ്രവീഷിമേ. അപ്പൊ ഗുരുവായിട്ട് ഇവിടെ നിൽക്കുന്ന ആരാണ്? അർജുനന്റെ ഗുരുവായിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. അപ്പൊ സെയിൻസ് പറയുന്നുണ്ട്, ഗുരുവും പറയുന്നുണ്ട്. അതിൽ ഉത്തമമായ വിശ്വാസം, അടിയുറച്ച വിശ്വാസമാണ്. ഇതിൽ മാത്രം വിശ്വാസം. അല്ലെങ്കിൽ സാധാരണ നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് ഭഗവാനിലെ അചഞ്ചലമായ വിശ്വാസവും, അതാണ് ഏറ്റവും വലിയ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം ഇതിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് കരകയറണമെങ്കിൽ ആ ഒരിക്കലും മാറാത്ത ദൃഢമായ വിശ്വാസമാണ്.
ആ ദൃഢമായ വിശ്വാസം നമ്മുടെ കൽമഷമായ മനസ്സിൽ ഒരിക്കലും ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് ആലോചിച്ചറിയാം, ഇങ്ങനെ കലക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതേ സമയത്ത് നമുക്ക് ശാസ്ത്രങ്ങൾ ഭയങ്കര വിശ്വാസവും സെയിൻസ്, അത് കാരണം റിയലൈസ്ഡ് പേഴ്സൺസ് സെയിൻസ് ആണ്. അപ്പോൾ ശാസ്ത്രങ്ങൾ കൊള്ളയല്ല, അതുവഴി ഭഗവാനെ ഭൂതഃ മദ്ഭാവമാകത. 4-ാം അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം 10-ാമത്തെ ശ്ലോകം പറയുന്നില്ലേ, എന്താ പറയുന്നത്, വീതരാഗ ഭയക്രോധ മന്മന ഭാഷിത ഭാവജ്ഞാന തപസ ഭൂതഃ മദ്ഭാവമാകത. വളരെയധികം ആൾക്കാര് എന്റെ ആ പ്യൂരിഫൈഡ് ആയിട്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ധാരാളം എക്സാമ്പിൾസ് നമുക്കുണ്ട്. ഭഗവാൻ വെറുതെ പറയല്ല, അപ്പൊ ധാരാളം ആൾക്കാര്, ധാരാളം അനന്ത കോടി വൈഷ്ണവര് ഭഗവാനെ റിയലൈസ് ചെയ്ത ആൾക്കാർ ധാരാളം ഉണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ഒരു വിശ്വാസം കൂടുക. പ്രഹ്ലാദ് മഹാരാജ, ധ്രുവ മഹാരാജ് എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്, വലിയ വലിയ നമ്മുടെ പരമ്പരയിൽ വരുന്ന ആൾക്കാരാണ്. അവരെല്ലാവരും റിയലൈസ്ഡ് സോൾസ് ആണ്. അപ്പൊ നമ്മുടെ കുടുംബം വളരെ വലുതാണ്. നമ്മുടെ കുടുംബം ഏതാണ്? കുടുംബം നമ്മൾ ജനിച്ച കുടുംബമാണോ? പിന്നെ ഏതാണ് നമ്മുടെ കുടുംബം? നമ്മുടെ കൂടെ അച്യുതകുലം. അച്യുതകുലം പറയുമ്പോൾ വൈഷ്ണവ പരമ്പരയിൽ പെടും നമ്മൾ അത്രയും. സോ വി ഷുഡ് ബി വെരി പ്രൗഡ് അല്ലേ. ജന്മൈശ്വര്യ ശുദ്ധശ്രീഭിർ യജമാന മത പുമാൻ എന്നാണ് നമ്മുടെ കുന്തിദേവി പറയാം. സാധാരണ ആൾക്കാർക്ക് എല്ലാം ഭയങ്കര മതം ഉണ്ടാവുക. ജന്മം, ഐശ്വര്യം, ശ്രുതി, ശ്രീ, വലിയ ജന്മം, നോബൽ ബർത്ത്. ട്രയംഗർ മഹാരാജാന്റെ ഫാമിലി ജനിച്ചു, ഭയങ്കര അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ജന്മമാണ്. ജന്മ ഐശ്വര്യം, ഭയങ്കര ഒപ്പുലൻസ്. ട്രയംഗർ മഹാരാജാന്റെ ഒപ്പുലൻസ് നമുക്കറിയാം, 100 കോടി 200 കോടി യാതൊരു വിഷമമില്ലാണ്ട്. ഇന്നത്തെ കാലത്ത് 1000 കോടികൾ സമ്പാദിച്ച ആൾക്കാരെല്ലാം ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോ അങ്ങനെയല്ല, ഭയങ്കര ഐശ്വര്യമായിരിക്കുന്ന സമ്പാദിച്ച ആൾക്കാരുണ്ട്, പരമ്പരയായിരിക്കാനൊക്കെ. ഓഫ്കോഴ്സ് എങ്ങനെ വന്നു വേറെ വിഷയം. എനിവേ, ജന്മ ഐശ്വര്യ, ശ്രുതി, ശ്രുതി ചെന്നാണ് പഠിപ്പ്, ശാസ്ത്രങ്ങൾ അറിവ്, ശ്രീ, ശ്രീ സൗന്ദര്യം. ഇതിനാണ് സാധാരണ ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര AFS അല്ലെങ്കിൽ IIM, IIT, IIM അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഭയങ്കര പഠിച്ച ആളാണ് നമുക്ക്. പിന്നെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ കഴിഞ്ഞാൽ, ഭയങ്കര സൗന്ദര്യങ്ങളാണ്. ഈ 4 കാര്യത്തിലാണ് സാധാരണ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. എങ്കിൽ നമ്മളെപ്പോലത്തെ ഭക്തന്മാർക്ക് എന്തിനാ താല്പര്യം വേണ്ടേ? നമുക്ക് അഭിമാനം എന്തിനാ വേണ്ടേ? വി ബിലോങ് ടു എ ഫാന്റാസ്റ്റിക് ഫാമിലി. ഏറ്റവും മഹത്തായ ആ കുലത്തിലാണ് നമ്മൾ ജനിച്ചത്. ഇതാണ് മധ്വ ബ്രഹ്മ ഗൗഡീയ പരമ്പര. ഈ മധ്വ ബ്രഹ്മ ഗൗഡീയ പരമ്പരയിലെ ഒരു കണ്ണിയാണ് നമ്മൾ പറയുമ്പോൾ ബാക്കി ആർക്കും ഇതിലേക്ക് വരാൻ പറ്റില്ല. ആ കണ്ണിയിലേക്ക് മാത്രം, പരമ്പരയിലൊന്നും ആൾക്കാർക്ക് മാത്രമേ വരുള്ളൂ. അപ്പൊ അർജുനൻ പറയാണ്, സ്വയമേവ പ്രവീഷിമേ, താങ്കൾ അത് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എന്നിട്ട് അത് ചില ആൾക്കാരുടെ ബുദ്ധിമുട്ട് പറയാണ്. ഭക്തന്മാര് അത് ഗ്രഹിച്ചു. ഭക്തന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞു കൃഷ്ണൻ തന്നെയാണ് സുപ്രീം പേഴ്സണാലിറ്റി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ പ്രഭുജി പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സഫലമാക്കി. 3 കാര്യം എടുത്തിരുന്ന് പറയുന്നു. ഏതൊക്കെ ഓർമ്മയുണ്ടോ? 1 eternal servants, 2 മൂന്നാമത്തെയോ we can revive അല്ലേ, eternal position. ഈ 3 കാര്യങ്ങൾ ആണ് ശിലാപ്രബോധം പറഞ്ഞത്. ഈ 3 കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അതാണ് വളരെ വ്യക്തമായിട്ട് പ്രഭു പറഞ്ഞത്. 3 കാര്യങ്ങളാണ് ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത്. ഈ 3 കാര്യം മനസ്സിലാക്കാത്ത പോലെ ആൾക്കാരുണ്ട്. അവരെ പറ്റിയാണ് ഈ 2 ശ്ലോകങ്ങൾ പറഞ്ഞത്. വളരെ ബുദ്ധിമുട്ട്. അപ്പൊ അർജുന മനസ്സിലായി, അർജുന ഓൾറെഡി റിയലൈസ് ആയി. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ സർവമേത ഋതം മന്യേ, അതാണ് റിയലൈസേഷൻ ഏറ്റവും വലിയ ഭാഗത്താണ്. സർവമേത ഋതം മന്യേ, അങ്ങ് പറയുന്ന എന്തും പറഞ്ഞ എല്ലാ കാര്യം എന്ന് പറയുന്ന ഏത് കാര്യവും സത്യം മാത്രമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഭഗവത്ഗീത തുടക്കം തന്നെ പറയുന്നുണ്ട്, വളരെ സബ്മിസീവ് ആയിട്ടുള്ള മെന്റാലിറ്റി, ആറ്റിറ്റ്യൂഡേ നമ്മുടെ ഭഗവത്ഗീത വായിക്കാൻ പാടുള്ളൂ. പപ്പട്ടിൽ പറയുന്നുണ്ട് അല്ലേ, വായിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ ഭഗവത്ഗീത സാധാരണ ഗ്രന്ഥമായിട്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ മുമ്പിൽ വായിച്ചിട്ട് അറിയിക്കാൻ വേണ്ടിട്ടോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെയെല്ലാം ഭഗവത്ഗീത മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത എടുക്കുമ്പോൾ തന്നെ വളരെയധികം സബ്മിസീവ് മെന്റാലിറ്റി വേണം, വളരെയധികം വിനീത ഭാഗത്തോടുകൂടി മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ സ്വയം പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഒരു തിയറിറ്റിക്കൽ ആക്സെപ്റ്റൻസ് ആണ്. കൃഷ്ണൻ സുപ്രീം ഒരു തിയറിറ്റിക്കൽ ആക്സെപ്റ്റൻസ് ആദ്യം വേണം, എന്നാലേ ഭഗവത്ഗീത വായിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ എങ്ങനെയാ തിയറിറ്റിക്കൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രഭുത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് പല ആചാര്യന്മാരും രാമാനുചാര്യന്മാരും ആചാര്യന്മാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ശങ്കരാചാര്യ ഗീത മഹാത്മ്യം കോട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി തന്ന കൃഷ്ണനാണ് ഇത് പറയുന്നത്, സാധാരണ ആളുകളെ പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും ദിവ്യമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ബോധത്തോടു കൂടി നമ്മൾ ഭഗവത്ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് സബ്മിസീവ് മെന്റാലിറ്റി. അപ്പോൾ ശീല പ്രഭാത് പറഞ്ഞ ഫിലോസഫിക്കൽ അപ്രോച്ചിനെ പറ്റി പറയുന്നുണ്ട്. ഹൗ ഇസ് കൃഷ്ണ സുപ്രീം, അതായത് കൃഷ്ണൻ പറയുന്നുണ്ട് 7-ാം അധ്യായത്തില് രസോഹം അപ്സു കൗന്ദേയ എന്ന് പറയുന്നുണ്ട്. എന്താ അർത്ഥം? രസോഹം അപ്സു കൗന്ദേയ. അപു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം, രസം വെച്ച് ഞാൻ ടേസ്റ്റ്, അഹം വെച്ച് ഞാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാൻ വെള്ളത്തിന്റെ സ്വാദാണ്, ഞാൻ വെള്ളത്തിലെ സ്വാദാണ്, വെള്ളത്തിന്റെ സ്വാദ് ഞാനാണ് എന്ന് പറയുമ്പോ ചില ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് പ്രശ്നമുണ്ടാവും. പക്ഷെ ശരിയായ ഭക്തനും അഭക്തന്റെ അപ്രോച്ച് ഇങ്ങനെയാണ്. ഹൗ കൃഷ്ണ ക്യാൻ ബി ഫസ്റ്റ് he accepts whatever Krishna says is true. കൃഷ്ണൻ പറഞ്ഞു I am the taste of water, I accept that as a fact. ബട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ടേസ്റ്റ് വന്നേക്കുന്നത്, എങ്ങനെയാണ് കൃഷ്ണൻ വെള്ളത്തിന്റെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്ന്, ഹൗ ഇറ്റ് ഈസ് സോ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ചില ആൾക്കാർ നേരെ ചലഞ്ചാണ്. കൃഷ്ണ അങ്ങനെ പറയാം വൈ എന്നുള്ള ചോദ്യം പറഞ്ഞേ, എന്തുകൊണ്ട് എങ്ങനെയാണ് എന്തുകൊണ്ട്. അപ്പൊ അത് ചലഞ്ച് ആയി അവിടെ. അപ്പൊ ചലഞ്ചിങ് മെന്റാലിറ്റി. അപ്പൊ ചലഞ്ചിങ് മെന്റാലിറ്റി ഒരിക്കലും പാടില്ല. എപ്പോഴും ഒരു സബ്മിസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായും ചോദിക്കണം, ചോദിച്ചേ തീരൂ. പക്ഷെ ചോദിക്കുമ്പോൾ വളരെയധികം ആദ്യം തന്നെ ഭഗവാൻ പറയും ആദ്യം ആക്സെപ്റ്റ് ചെയ്തിട്ട്, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് കൃഷ്ണ നമ്മുടെ ആ വികസിക്കാത്തതുകൊണ്ട്, നമ്മുടെ ആ പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കൃഷ്ണൻ എങ്ങനെയാണ് വെള്ളത്തിന്റെ ടേസ്റ്റ് ആണ്. അത് നമ്മുടെ ഇതാണ്, ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് കൃഷ്ണ എങ്ങനെയാണ് കൃഷ്ണൻ വെള്ളത്തിന്റെ ടേസ്റ്റ് ആയത് എന്ന് പറയുമ്പോൾ അത് ശരിയായ ഫിലോസഫിയാണ്, ശരിയായ അപ്രോച്ചാണ്. അതാണ് അർജുനന്റെ ടേസ്റ്റ്. അതാണ് ആദ്യം അർജുൻ പറയുന്നത് സർവം ഏത് ഋതം മന്നി, എന്നിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. അന്ന് പറയുന്ന എല്ലാം വ്യക്തമാണ്, കറക്റ്റാണ്, തത്വം ശരിയാണ്. യന്മാം വദസി കേശവ, എനിക്ക് പറഞ്ഞു തന്നെല്ലാം കേശവ. കേശവ എന്ന് വാക്ക് വയ്ക്കണം. കേശവ എന്നതിന്റെ ശരിക്കും അർത്ഥം കാ മീൻസ് ബ്രഹ്മ, ഈശ മീൻസ് ശിവ. അപ്പൊ ബ്രഹ്മാവിനെയും ശിവനെയും ബന്ധിക്കുന്നു. കേശവ വയസി എന്നുള്ളതിനെ കേശവ. കേശവ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെയും ശിവനെയും ഒരേപോലെ ബന്ധിപ്പിക്കുന്ന മായയെ, അദ്ദേഹത്തിന്റെ ആ ശരിയായ തത്വത്തിലേക്ക് ആർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ പോലും ശിവനെയും ബ്രഹ്മാവിനെ പോലെയും അവര് ഭ്രമിപ്പിക്കുന്ന അത്രയധികം ജ്ഞാനത്തിൻ്റെതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഭാവം, വ്യക്തി പ്രഭാവമാണ് അങ്ങ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. കേശവ എന്ന് വാക്ക് അവിടെ ഉദ്ദേശിച്ചാണ് അവിടെ പറയുന്നത്. ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ബ്രഹ്മാവിനും ശിവനെ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തി പ്രഭാവമുള്ള അങ്ങാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് പറയുന്ന എന്തും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നഹി ഭഗവാൻ വ്യക്തിം വിദുർദേവാന ദാനവാ. പക്ഷെ അങ്ങേ ഒരു വ്യക്തിത്വം, അങ്ങ് വ്യക്തിയാണ്, ശരിയായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് പല ആൾക്കാർക്കും, ഈവൻ ദേവന്മാർക്കും അസുരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ പല അസുരന്മാരെക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് മായവാദി ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ വ്യക്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കണം, അവർ ശ്രമിക്കുന്നത് ഇല്ലാതാവുന്ന പ്രശ്നമില്ല, പക്ഷെ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അത് വലിയ വലിയ ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത ഇവരെ പോലത്തെ മൂഢന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ അത്ഭുതമില്ല എന്ന് ശിലപ്രഭാത് പറഞ്ഞു. അതുകൊണ്ട് അർജുനന്റെ പക്ഷെ ആ കമ്പാഷനെ കാണിക്കണം. ആദ്യം അർജുനൻ ശരിക്കും റിയലൈസ് ചെയ്ത് കഴിഞ്ഞു കൃഷ്ണൻ, പക്ഷെ എന്നിട്ടുള്ള കമ്പാഷനാണ് വരുന്നത്. ഈ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ചോദിക്കാൻ പോണത്. ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഈ മനസ്സിലാക്കാത്ത ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോണത് അദ്ദേഹം. അതിന്റെ ഒരു ഇൻഡിക്കേഷനാണത്. ഇനി വരുന്ന ചോദ്യങ്ങളുടെ ഇൻഡിക്കേഷനാണ് ഇത് മനസ്സിലാക്കാൻ, അങ്ങയുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്ര ശ്രമിച്ചാലും വ്യക്തിയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എത്ര ആൾക്കാർക്ക്, പല ആൾക്കാർക്കും എത്ര ശ്രമിച്ചാലും ശരി ഭഗവാൻ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ തീരെ കഴിയില്ല. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന ആ വിഭൂതി യോഗത്തിനെ പറ്റി പറയാം. എങ്ങനെയാണ് വിഭൂതി വഴി ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് നെക്സ്റ്റ് 3 ശ്ലോകങ്ങൾ 14, 17, 18 ഈ 3 ശ്ലോകങ്ങൾ നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരുള്ളൂ. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ പലരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എന്റെ ഉദ്ദേശം ഈ ചോദ്യത്തിന്റെ.
എന്നിട്ട് നെക്സ്റ്റ് ഇതില് വീണ്ടും ശില പ്രഭാത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ വീണ്ടും ഗ്ലോറിഫൈ ആണ്. അർജുനൻ വീണ്ടും ഗ്ലോറിഫൈ ആണ്. ഗ്ലോറിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഭഗവാൻ പല ലെവൽസിലാണ് പറയുന്നത്. സർവമേവ സ്വയമേവ ആത്മനാത്മാനം. അപ്പൊ അങ്ങേ മനസ്സിലാക്കണമെങ്കിൽ ഈവൻ ദ പ്യൂറസ്റ്റ് ഡിവോട്ടിക്ക് പോലും ഏറ്റവും റിയലൈസ് സോളിന് പോലും ഭഗവാനെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇടയ്ക്ക് പറയാറ് അല്ലെ, വിഷ്ണു 91%, ബ്രഹ്മാവ് 85%, സോറി ശിവ 85%. ബ്രഹ്മാവാണ് ഏറ്റവും റിയലൈസ്ഡ് ആയിട്ടുള്ള ജീവ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് റിയലൈസ്ഡ് ജീവമാണ് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് 78%. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭഗവാനെ അത്രയും മനസ്സിലാക്കാൻ പറ്റും നിർത്തും. അത്രയും എത്ര അടുത്ത് നാരദ ശ്രീമദ് ഭാഗവതത്തിൽ ശ്ലോകത്തിൽ പറയുന്നത്, ഞങ്ങളിങ്ങനെ തൊട്ടടുത്ത് അങ്ങോട്ട് ഇരുന്നിരുന്നിട്ടും ഇത്രയും കാലം അങ്ങേ ഇരുന്നിട്ടും അങ്ങേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ലോജിക് ഉപയോഗിച്ചാൽ മനസ്സിലാക്കാൻ പറ്റില്ല, അത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത്. വൈ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാനെ? പൂർണ്ണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഉണ്ടായിട്ടില്ല. ഭഗവാൻ ആദ്യം ഏകനായിട്ടിരിക്കുമ്പോ നമ്മൾ ആ സമയത്ത് ഇല്ല. അതിനുശേഷം ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. ശരിയാണ്, എക്സ്പാൻഷൻസ് രണ്ടുതരം എക്സ്പാൻഷൻസ് പറയുന്നുണ്ട്. എന്താണ് എന്താണ് സ്വയ സ്വയം ഇന്റേണൽ എക്സ്പാൻഷൻസും എക്സ്റ്റേണൽ എക്സ്പാൻഷൻസും. അതിന് ഇന്റേണൽ എക്സ്പാൻഷൻസ് വരണം, വിഷ്ണു തത്വം വരുന്നു, മറ്റേത് ജീവതത്വം വരുന്നു, ഇടയില് ശിവതത്വം വരുന്നുണ്ട്, രണ്ടിന്റെ ഇടയിൽ വരുന്ന ശിവതത്വം വരുന്നുണ്ട്. അപ്പോ ഭഗവാൻ തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോ, പക്ഷെ നമ്മൾ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഭഗവാൻ ആര്, ശരിയായ ഭഗവാന്റെ ആ വ്യക്തിത്വം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ശരിയായ വിഭൂതിയും ഭഗവാന്റെ എനർജീസിനെ പറ്റി 100% നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ എന്നിട്ടാണ് ഇവിടെ മറ്റേ എന്താ പറയാ ബിഗ് ബാങ് തിയറി അതിലെ കൊണ്ടുവരണം, ബിഗ് ബാങ്ങിലെ കൊണ്ടുവരണം. എന്നിട്ട് അതൊന്നും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ പറഞ്ഞ ആരും വിദ്വാരം ഉണ്ടാക്കുക ഒറ്റയാളുണ്ടായിട്ട് ആ സമയത്ത്, എന്നിട്ട് അവരുണ്ടാക്കിയ ശ്രമിക്കുകയാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ ഒന്ന് ആലോചിച്ചു, എത്ര അഹങ്കാരം ഉണ്ട്. മനസ്സിലാക്കാൻ കഴിയാത്ത മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആ സ്പിരിച്വൽ സയൻസിലേക്ക് തീരെ പോകാത്തതുകൊണ്ടാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ബോധം അവർക്ക് അറിയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ വളരെയധികം ആൾക്കാർ ബ്രഹ്മാവിന്റെ സ്തുതിയിൽ ബ്രഹ്മാവ് പറയുന്നുണ്ട്, കോടാനുകൂടി അണുക്കൾ നമ്മൾ എത്ര ബൈഫക്കേറ്റ് ചെയ്താലും ശരി, എല്ലാ സിറ്റുവേഷൻ മുഴുവൻ അണുക്കളായിട്ട് ബൈഫക്കേറ്റ് ചെയ്താലും ശരി, ഭഗവാൻ മനസ്സിലാക്കാൻ പറ്റില്ല. വരാൻ പോകുന്ന സയന്റിസ്റ്റിനുള്ള മുന്നറിയിപ്പാണ് ആ ശ്ലോകം. ഇപ്പൊ ഇപ്പോൾ നമ്മളെങ്ങനെയാണോ അണുവിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആറ്റം സ്പ്ലിറ്റ് ചെയ്തിട്ടാണല്ലോ ഇതെല്ലാം ശ്രമിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നടക്കില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ അങ്ങയ്ക്ക് മാത്രമേ അങ്ങയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളൂ, വേറെ ആർക്കും അങ്ങയെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് അർജുൻ പറയണം. അതിന് ഭാവാർത്ഥമായിട്ട് ശീലപർവ്വതം പറയേണ്ടത്, വദന്തി തത്വം തത്വവിദ തത്വം യജ്ഞേയ അദ്വയം ബ്രഹ്മേരി പരമാത്മേരി ഭഗവാൻ ഇതി ശബ്ദയതേ. ശ്രീമദ് ഭാഗവതം ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ സ്കന്ധത്തെ ആദ്യത്തെ അധ്യായത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാന്റെ പരമസത്വം എന്നുള്ളത്, പരമതത്വം എന്നുള്ളത് ഈസ് ഡിവൈഡ് മൂന്ന് തരത്തിലാണ് മനസ്സിലാക്കുന്നത്. 3 ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് 3. അത് ആദ്യത്തെ ബ്രഹ്മം, രണ്ടാമത്തെ പരമാത്മാവ്, മൂന്നാമത് ഭഗവൻ എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തെ നമുക്ക് ഇതുപോലെ സാധാരണ ജ്ഞാനികള്, മായാവാദി ജ്ഞാനികളാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മറ്റേ അഷ്ടാംഗ യോഗത്തിൽ ചെയ്യുന്ന യോഗികളെല്ലാം പരമാത്മാവിനെയും ഭക്തന്മാർ ഭഗവാനെയും. അപ്പൊ ഭഗവാൻ ആദ്യ ശ്ലോകം അഹം സർവസ്യ പ്രഭവ മത്തൈവ പ്രവർത്തതേ എന്ന് പറയുമ്പോ ഇതിന്റെ എല്ലാം തുടക്കം ബ്രഹ്മത്തിന്റെയും പരമാത്മാവിന്റെയും തുടക്കം ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭഗവാൻ എന്ന വാക്കിന്റെ ഡെഫിനേഷൻ നമുക്കറിയാം. എന്താ ഡെഫിനേഷൻ? അറിയാത്തവരുണ്ടോ? കുറെ ക്ലാസ്സുകളെ ഭഗവാന്റെ ഡെഫിനേഷൻ അറ്റ്ലീസ്റ്റ് 3 ക്ലാസ്സിൽ ഒരിക്കലെങ്കിലും ആ ഭഗവാന്റെ ഡെഫിനേഷൻ പറയാത്ത ആരെങ്കിലും, ഏതെങ്കിലും പല ആൾക്കാർ ഇവിടെ വന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ ഡെഫിനേഷൻ പറയാതെ പോയില്ല. എന്താണ് ഭഗവാന്റെ ഡെഫിനേഷൻ? ഓക്കെ, ശ്ലോകം പറയണ്ട. 6 ഐശ്വര്യങ്ങൾ, ഷഡൈശ്വര്യങ്ങൾ പൂർണ്ണമായി സമഗ്രമായുള്ള ആള്. അപ്പൊ പൊസസർ എന്ന് പറയുന്നത് ഭഗവൻ. ഭഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പുലൻസ്, ഭഗവാൻ എന്ന് വെച്ചാൽ വൺ ഹു പൊസസസ്. അപ്പൊ നമുക്കറിയാം സൗന്ദര്യവാൻ എന്ന് വെച്ചാണ് സൗന്ദര്യം ഉള്ള ആള്. ദയാവാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദയ ഉള്ള ആള്. ശക്തിമാൻ എന്ന് വെച്ചാൽ എന്താണ്? ശക്തി ഉള്ള ആള്. കീർത്തിമാൻ എന്ന് പറയുമ്പോൾ എന്താണ്?
കീർത്തി ഉള്ള ആള്. അങ്ങനെ പറയാം. എല്ലാ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസസർ. അല്ലാണ്ട് ഈ 6 ഷഡൈശ്വര്യങ്ങൾ ഇങ്ങനെ കാറ്റത്തിട്ട് പറയുന്ന സാധനം എന്താ? അത് പൊസസ് ചെയ്യുന്ന ഒരാളാണ്. അതൊരു പൊസഷൻ. അപ്പൊ ഒരാളുടെ പൊസസർ എന്ന് പറയുമ്പോ വ്യക്തി അല്ലേ? സിമ്പിൾ അല്ലേ? ഒരു പൊസസർ എന്ന് പറയുമ്പോൾ ഈ ഐശ്വര്യങ്ങൾ മുഴുവൻ ഉള്ള ആള് ഈ വൺ എന്ന് പറയുമ്പോ പൊസസർ എന്ന് പറയുമ്പോ അത് വ്യക്തിയാണ് പറ്റില്ല. ഇഫ് ദർ ഇസ് ഇന്റലിജൻസ് ദർ ഇസ് എ ഇന്റലിജന്റ് അല്ലേ? ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ദർ ഇസ് എൻ ഇന്റലിജന്റ് പേഴ്സൺ ഇസ്. അപ്പൊ എല്ലാത്തിന്റെയും പിന്നെ ഒരു വ്യക്തിയാണ്. അഭിലാഷിന്റെ കയ്യിൽ ഒരു ഇതുണ്ട്, സിഡി ഉണ്ട്. അവസാനം ഒരു പേഴ്സൺ ആണ് പിന്നീട് അല്ലേ? ആ സി ഡി നമുക്ക് സൗകര്യമുള്ള ദിവസം കാണിക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സി ഡി ആണ്. അൾട്ടിമേറ്റ്ലി ഗോഡ് ഈസ് എ പേഴ്സൺ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അത് വ്യക്തി തന്നെയാണ്. പക്ഷെ വ്യക്തിയായിട്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവ്യക്തഗതികാരികൾ പലതരത്തിലെ ആൾക്കാരെ ഇതാക്കാൻ ശ്രമിക്കും. എങ്ങനെയാണ് അവർ ശ്രമിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാതെ തത്വമസി എന്ന് പറയൂലേ? എന്തേ തത്വമസി? നമ്മുടെ അയ്യപ്പന്റെ അവിടെ എഴുതിയിട്ടുണ്ട് തത്വമസി. പല മലയും ചില കാണാൻ പറ്റും. മുകളിൽ എഴുതിയിട്ടാണ് തത്വമസി. എന്നിട്ട് നമ്മൾ പോയി കണ്ടില്ലേ തത്വമസി? നീ തന്നെയാണ്, നമ്മൾ തന്നെയാണ് തത്വമസി. ഈ പറയുന്ന ഉള്ളിലിരിക്കുന്ന ഭഗവാനും പുറത്തെടുക്കുന്ന ആനും വ്യത്യാസമില്ല, നിങ്ങൾ തന്നെയാണ് തത്വമസി. അതും ഇതും ഒന്ന് തന്നെ. അതൊരു വളരെ ക്ലിയർ ആയില്ലേ? പിന്നെന്താ പ്രശ്നമുള്ളത്? അതാണ് അവര് പറഞ്ഞത്. പക്ഷെ തത്വമസിന്ന് ശരിക്കും എവിടുന്ന വന്നത്? ഓം തത് സത് എന്ന് പറയാറുണ്ടല്ലേ? ഓം തത് സത് നമ്മള് 17-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തോണം നോക്കിയാൽ മതി. ഭഗവത്ഗീത ആൾക്കാരെ നോക്കിയോ? 17-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തില് നോക്കാം. കിട്ടിയൊരു അർത്ഥം വായിച്ചോ? അതിന്റെ മീനിങ് എന്താണ്? ഓം തത് സത്. ഈ 3 വാക്കുകള് ഭഗവാനെ ഇൻഡിക്കേറ്റ് ചെയ്യണു എന്ന് പറഞ്ഞു. ഭഗവാനിവിടെ വയ്ക്കണം യജ്ഞ, അത് വിഷ്ണുവിനെ. ഈ ഓം തത് സത് എന്ന വാക്കുകള് ഭഗവാന്റെ 3 നാമങ്ങളായിട്ട് കണക്കാക്കണം. അപ്പൊ ഓം ഫസ്റ്റ് നെയിം ഓഫ് യജ്ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാട്ടോ. ഫസ്റ്റ് നെയിം യജ്ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് വാക്ക് ഓം എന്ന് പറയുന്നത് ഭഗവാന്റെ ഫസ്റ്റ് നെയിം ഓഫ് വിഷ്ണു ഓ യജ്ഞ ഓഫ് കൃഷ്ണ. അപ്പൊ ഇതിൽ ആദ്യം ഓം ഇതി ഏതത് ബ്രഹ്മണോ നിർദ്ദേശിതം നാമ. ചന്ദ്രോപനിഷത്ത് ഫസ്റ്റ് ശ്ലോകത്താണ്. ഓം ഇതി ഏതത് ബ്രാഹ്മണോ നിർദ്ദേശിതം നാമ. അതിനാണ് ഓം എന്ന് പറയുന്നത്. ഓം എന്നുള്ള ഈ ബ്രഹ്മം ഈ ബ്രഹ്മനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആദ്യത്തെ നാമമാണ് ഓം. രണ്ടാമത് ചാന്തോക്യ തത്വമസി. തത്വമസി തത്വമസി അത് ഈ ബ്രഹ്മം തന്നെയാണ്, ഈ പറയുന്ന ബ്രഹ്മമാണ്. മൂന്നാമത്തെ സദൈവ സൗമ്യ, അതും സതജൻ എറ്റേണൽ. അപ്പോ ചാന്തോപനിഷത്ത് ഒരു ആരെനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു മാതാജിയോട് പറഞ്ഞു കൊടുക്കണം. ചില ഭാഗങ്ങള് അർഗ്യൻ അറിയോറിയില്ല. അർഗ്യൻ അറിയോ? ചാന്തോപനിഷത്ത് നാരദക്ക് പറഞ്ഞു കൊടുക്കുന്ന ശ്ലോകം ഉണ്ട്. പിന്നെ ഒരു മാതാജിക്ക് പറഞ്ഞു, അത് സൗമ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗമ്യമായവരെ സദൈവ സൗമ്യ. സദൈവ ഈ പറയുന്ന ബ്രഹ്മം സത്ത് ആണ്, എറ്റേണൽ ആണ്. അപ്പോ ഓം തത് സത് എന്ന് പറയുമ്പോ 3 വാക്കുകളും ഭഗവാന്റെ യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന, നമ്മൾ കീർത്തിക്കാൻ പറ്റില്ല, യജ്ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ യജ്ഞങ്ങൾ പല ഇത് ചെയ്യുമ്പോ ഭഗവാനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 3 വാക്കുകളാണ് ഓം തത് സത്. അത് രണ്ടാമത്തെ വാക്കാണ് തത്വമസി. തത്വമസി എന്നുള്ള ഈ തത്വം വരുന്നതാണ്. പക്ഷെ ഇവിടെ മായവാദി ഫിലോസഫേഴ്സ് പറയും തത്വമസി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്വമസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നീയും ഒന്ന്, ഭഗവാനും നമ്മളും ഒന്ന് എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ച കണ്ടമാനൻ കൺകോക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രയോഗങ്ങളാണ്. രണ്ടാമത് എന്താ പറയാ? അഹം ബ്രഹ്മാസ്മി. എന്താ പറയാ? അഹം ബ്രഹ്മാസ്മി. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ബ്രഹ്മം തന്നെയാണ്. അപ്പോ ശ്വേതശ്വേതോപനിഷത്തില് നമ്മള് 13-ാം അധ്യായത്തിൽ വരുമ്പോ 13-ാം അധ്യായത്തിൽ തുടക്കം വരുന്നുണ്ട്.
ക്ഷേത്ര ക്ഷേത്രജ്ഞോ, അതായത് ഭഗവാൻ രണ്ടാമത്തെ ശ്ലോകത്തില് മൂന്നാമത്തെ ഇതിൽ പറയുന്നത് ക്ഷേത്രജ്ഞം ചാവി മാമിതി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയുന്നുണ്ട്. ക്ഷേത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം, ക്ഷേത്ര മീൻസ് ബോഡി. ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ the knower of the body. Knower of the body means the soul. ക്ഷേത്രജ്ഞം ചാവി മാം വിധി എവിടെ സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞനായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ശരീരത്തെ അറിയുന്ന നമ്മൾ soul knows only the individual bodies. Individual soul only knows the individual bodies. പക്ഷെ ഭഗവാൻ പറയണ എല്ലാ ശരീരങ്ങളും ഞാൻ അറിയുന്നു. ക്ഷേത്രജ്ഞം ചാവി മാം വിധി സർവക്ഷേത്രേഷു ഭാരത. അതിലാണ് ബ്രഹ്മത്തിനെ പറ്റി വളരെ വിദ്യാഭ്യാസം ബ്രഹ്മത്തിനെ പറ്റി ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചമത്വ സർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മം ഏത്. മൂന്ന് തരത്തിൽ ത്രിവിധം ബ്രഹ്മം ഏത്. ബ്രഹ്മത്തിനെ മൂന്ന് വിധത്തിലാണ് പറയുന്നത്. ഭോക്ത, ഭോഗ്യം, പ്രേരിതാരം എന്നാണ് മൂന്നായിട്ട് പറയുന്നത്. ഭോക്ത എന്താണ്? ഭോക്ത മീൻസ് ആര് ഭോക്ത? ഭോക്താവര. ഭോക്താവ് മീൻസ് എൻജോയർ, ആസ്വദിക്കുന്നവൻ. ഭോക്ത മീൻസ് എൻജോയർ. ഭോഗ്യം എന്താണ്? ഭോഗ്യം ഭോക്ത എൻജോയർ ആയാലും ഭോഗ്യം എന്തായിരിക്കും? നമ്മൾ എൻജോയ് ചെയ്യണു വസ്തുവിനെ, ആ വിഷയത്തിനെ, നമ്മളെ ഏതിനാണോ നമ്മൾ എൻജോയ് ചെയ്യണത് അതിന് ഭോഗ്യം എന്നാണ്. അപ്പൊ ഇത്രയും മറിച്ച് ആദ്യം ഭോക്ത പറയുമ്പോ സോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യണു. ഭോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനെ ഉദ്ദേശിക്കുന്നു. ഭഗവത്ഗീതയിലെ ശ്ലോകം ഉണ്ട്, അതിലെ ഏതാണ് ശ്ലോകം? അല്ലല്ല, 7-ാം അധ്യായത്തില് ആദ്യം ശരീരത്തിന്റെ ഘടന പറയുന്നത് എന്താണ്? ഭൂമിയിലോ കോനലോ വായു ഖം മനോ ബുദ്ധി ഏവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി അഷ്ടത. ഗ്രൂസ് ബോഡി, സട്ടിൽ ബോഡി ഡെഫിനിഷൻ ആണ്. ഗ്രൂസ് ബോഡി എന്താണ്? പഞ്ചതത്വം കൊണ്ട് അല്ലേ? പഞ്ചഭൂതം എന്തൊക്കെയാണ്? ഭൂമിയില കോനലോ വായു, അങ്ങനെ 5 കാര്യമുണ്ട്. ഗ്രൂസ് ബുദ്ധി ഏവച്ച മനസ്സ്, ഇന്റലിജൻസ്, കോൺഷ്യസ്നസ് അല്ലെങ്കിൽ നിത്യഹങ്കാരം. ഇത് മൂന്നും കൂടിയിട്ടുള്ള സട്ടിൽ ബോഡി. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അത് കൺസ്ട്രക്ഷൻ, അത് ക്ഷേത്രമായി മാറി. അതാണ് ഭോഗ്യം. എന്നിട്ട് നെക്സ്റ്റ് എന്താണ്? അപരയമിതസ്ത്വന്യം പ്രകൃതി വിനിമേപരാം ജീവഭൂത മഹാഭാവോ യേദം ധാര്യതേ ജഗത്ത്. ഇതിനേക്കാൾ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്, വിച്ച് ഈസ് ദ ജീവഭൂത, വിച്ച് എൻജോയ്സ് ദിസ് എൻജോയ്മെന്റ്. എന്തുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു? നമ്മൾ ആ ബേസിക് ഫിലോസഫിയിലേക്കാണ് വരുന്നത്. ബേസിക് ഫിലോസഫി നമ്മൾ ഇവിടെ എന്തിനു വന്നു? we want to enjoy like Krishna. Krishna is a supreme enjoyer, but we also want to enjoy like Krishna. അപ്പോൾ കൃഷ്ണ പറയാണ് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യണ്ട, വൈകുണ്ഠത്തിൽ ഈ ഇതിലിരുന്ന് എൻജോയ് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്കായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് വേറെ സ്ഥലം ഞാൻ തരാം. അവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന നമ്മൾ കാണുന്ന ഈ ജഗത് എന്ന് പറഞ്ഞ സാധനം ഭഗവാൻ ഉണ്ടാക്കി. അതിൽ നമുക്ക് ചെറിയ ശരീരവും തന്നിട്ട് 84 സ്പീഷീസിന്റെ ശരീരം തന്നിട്ട് ഇതിലേത് വേണമെങ്കിലും എടുത്തോ, ഇഷ്ടംപോലെ എൻജോയ് ചെയ്തോ, യാതൊരു പ്രശ്നമില്ല. ഇറ്റ്സ് അപ് ടു യു. എൻജോയ് കൃഷ്ണൻ വളരെ കമ്പാഷൻ അല്ലേ? കൃഷ്ണൻ എത്ര കമ്പാഷൻ ആയിട്ട് അത് കൊടുക്കണം. ശരി, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അപ്പൊ എൻജോയ്മെന്റ്. അപ്പൊ അതാണ് ഭോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ്, ദ എൻജോയ്. അപ്പൊ ഭോക്ത ദ സോൾ, ഭോഗ്യം മീൻസ് എൻജോയ് വിച്ച് ഈസ് ദ ബോഡി. പ്രേരിതാരം ദ ഇൻസ്പയറർ. ആരെ ഇൻസ്പയർ ചെയ്യുന്നതല്ല? ഈ രണ്ട് ആരെ ഇൻസ്പയർ ചെയ്യണം? കൃഷ്ണ. അപ്പൊ ആരെ ഇൻസ്പയർ ചെയ്ത് ആരെ ഇൻസ്പയർ ചെയ്യണം? ഉള്ളിൽ ഇരുന്നിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ എല്ലാ ആക്ഷൻസും ഇൻസ്പയർ ചെയ്യുന്ന ആരാണ്? ഭഗവാൻ അല്ലേ? അപ്പൊ ഭോക്ത ഭോഗ്യം പ്രേരിതാരം ചമത്വ സർവം പ്രോക്തം ത്രിവിധം ബ്രഹ്മമേത്. അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ മൂന്നിനെ ബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിനെ ബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്, സോളിനെ ബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്, ഭഗവാനും പരബ്രഹ്മമായിട്ട് പറയുന്നുണ്ട്. ഓൺലി ഡിഫറൻസ് ഇസ് ഭഗവാൻ ഇസ് പരബ്രഹ്മ, നമ്മൾ സോൾ എന്ന് പറയുമ്പോൾ വെറും ബ്രഹ്മ. സാധാ ബ്രഹ്മ നമ്മള്, പരബ്രഹ്മ ഭഗവാൻ. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അർത്ഥം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അർത്ഥം വരുമ്പോ no, I'm the soul. Simple. അങ്ങനെ I am soul. Brahma is soul. പരബ്രഹ്മം കൃഷ്ണ പറയുമ്പോ I am soul only. I am soul only. അപ്പൊ ഒരിക്കലും നമുക്ക് ഭഗവാൻ പറയാൻ പറ്റിയോടെ. അപ്പൊ ബ്രഹ്മ എന്നുള്ള ശരിക്കും ആ മീനിങ്സ് ശ്വേത ശ്വേതര ഉപനിഷത്തിലാണ് പറയുന്നത്. ഈ പറഞ്ഞ ശ്ലോകം ശ്വേത ശ്വേതര ഉപനിഷത്തിലാണ് പറയുന്നത്. വളരെ കറക്റ്റ് ആയിട്ട് പറയേണ്ടത് 3 തരമാണ് ബ്രഹ്മം നിർവചിച്ചിട്ടുള്ളത്. ഒന്ന് ശരീരം, ഒന്ന് ആത്മാവ്, ഒന്ന് ഭഗവാൻ. അപ്പോ അഹം ബ്രഹ്മാസ്മി പറയുമ്പോൾ നമ്മുടെ ശരീരമല്ല, നമ്മുടെ ശരീരം. മൂന്നാം പറയുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വീട്ടിൽ അഹം ശരീരോസ്മി എന്ന് പറയുമ്പോ അജ്ഞാനം.
അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോ ജ്ഞാനം, അഹം കൃഷ്ണദാസോസ്മി പറയുമ്പോ വിജ്ഞാനം. അങ്ങനെ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ അതാണ് പറയുന്ന അതിന്റെ ബ്രഹ്മത്തിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന മായവാദികൾ അവർ ഒരിക്കലും സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇവരുടെ കമ്പാഷൻ, വൈഷ്ണവന്റെ കമ്പാഷൻ ആലോചിച്ചു നോക്കൂ. അർജുനന്റെ കമ്പാഷൻ എവിടെയാണ്? അവരിങ്ങനെ പറയും, അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. എന്താ ആദ്യത്തെ ഗ്ലോറിഫിക്കേഷൻ എന്താണ്? പുരുഷോത്തമ ഭഗവാനാണ്. ചില ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, പക്ഷെ അവരുടെ അവരുടെ എന്താ പറയാ, അവരുടെ കോണ്ടാമിനേറ്റഡ് ഇന്റലിജൻസ് എന്ന് പറയുന്ന തെറ്റായ രീതിയിൽ ഭഗവാൻ എന്ന് ചില അംഗീകരിക്കുന്ന ചില മായവാദികളുണ്ട്. പക്ഷെ അവരൊരിക്കലും ഭഗവാൻ ദ സുപ്രീം എൻജോയർ എന്ന വാക്ക് ഒരിക്കലും വന്നിട്ടില്ല. മനസ്സിലായത്? അതുകൊണ്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പറയാണ്, കൃഷ്ണ ഇസ് നോട്ട് ഓൺലി ഭഗവാൻ ബട്ട് ഈസ് ഓൾസോ ദ സുപ്രീം എൻജോയർ എന്ന അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പുരുഷോത്തമ. അപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാക്കി പുരുഷോത്തമം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും ശരി ക്രിയേറ്റർ ആണോ? മായവാദികൾ പറയുന്നത് വെറും സംയോഗമാണ്, വെറും സംയോഗം. ഇവിടെ യാതൊരു ക്രിയേറ്ററും ഇല്ല, ഇവിടെ സംയോഗം മാത്രമേ നടന്നിട്ടുള്ളൂ. വലിയ ചൈതന്യം പറഞ്ഞ ഒരു ചൈതന്യം മനുഷ്യൻ പറയണം, ഇവിടെ ഒരു ക്രിയേഷൻ നടന്നിട്ടില്ല, ഇവിടെ ക്രിയേറ്റർ ഇല്ല, ഇവിടെ വെറും സംയോഗമാണ്. ഈ സംയോഗം എന്താന്ന് പറയില്ല. സംയോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് സംയോഗം നടന്നത്, ഏതൊക്കെ സംയോഗത്തിന്റെ 2 ഭാഗങ്ങൾ ഏതാണ്, എങ്ങനെ സംയോഗം നടന്നു എന്നൊന്നും യാതൊരു ഇതില്ല. ചുമ്മാ ചെറിയ ഇത് ചടിക്കുകയാണത്. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് അത് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം പറയാതിരുന്നാണോ അറിയില്ല. ചുമ്മാ പറയാണ്, ഇത് സംയോഗം മാത്രം നടന്നിട്ടുള്ളൂ, ഇവിടെ ക്രിയേഷൻ നടന്നിട്ടില്ല, സംയോഗം മാത്രം നടന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവര് സമൂഹത്തിൽ പറയുന്നത് ഭൂതഭാവന, എല്ലാത്തിനും ക്രിയേറ്റർ ആണ്, എല്ലാ ഭൂതങ്ങളുടെയും ക്രിയേറ്റർ ആണ്, മെയിൻറ്റെയിനർ ആണ് കൃഷ്ണൻ എന്ന് അവരുടെ ഇതിനു വേണ്ടി പറയാൻ മനസ്സിലാക്കാൻ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്. സോ ഡീപ്പർ ആൻഡ് ഡീപ്പർ കൃഷ്ണന്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. കംപ്ലീറ്റ് ആരാണ് കൃഷ്ണൻ മനസ്സിലാക്കുന്നത്? കൃഷ്ണൻ ഭഗവാൻ മാത്രമല്ല, എന്താണ്, പുരുഷോത്തമനാണ്. മാത്രമല്ല ഭൂതഭാവന, ഭൂതത്തിന്റെ ക്രിയേറ്റർ ആണ്. മാത്രമാണോ? ചില ആൾക്കാർക്ക് സംഭവിച്ചു, താങ്കൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? യെസ്, ഭൂതേശ, ഭഗവാൻ എല്ലാത്തിന്റെയും കൺട്രോളർ, ഈശാചൻ കൺട്രോളാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനം മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? മാതാജിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, വളരെ ബാഡ് എക്സ്പീരിയൻസ് എൻ്റെ മുമ്പ് ഉണ്ടായി. നമ്മുടെ കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പിന്നെയാണ് അപ്പുറത്തെ വീട്ടിലെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലേ? പക്ഷേ കൃഷ്ണ കേസിലെ കൃഷ്ണ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൃഷ്ണ ഇസ് എ സുപ്രീം കൺട്രോളർ, കൃഷ്ണ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭൂതേശ എന്നിട്ട് പറയാണ്, ഓക്കെ അത് മനസ്സിലാക്കാം, ഓക്കെ വിദേശ. പക്ഷെ എന്താണ് ദേവദേവ എന്നടുത്ത് വാക്കാണ്. എന്താണ്? ഓക്കെ ചില ആൾക്കാർ, നമ്മള് മനുഷ്യരല്ലേ, നമ്മള് പല ആൾക്കാരെയും നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മള് എന്ത് ചെയ്യും? സോപ്പടിക്കും, അതിനുവേണ്ടി അവരെ ആരാധിക്കും, അല്ലെ? എന്തൊക്കെയാ നമ്മുടെ കാര്യങ്ങൾ നടത്തും? പല കാര്യങ്ങളും നമുക്കുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുള്ള? നല്ല വീട് വേണം, നല്ല കാർ വേണം, നല്ല ആരോഗ്യം വേണം, കുട്ടികൾക്ക് നല്ല പഠിപ്പ് വേണം, ബാങ്ക് ബാലൻസ്, അങ്ങനെ. അപ്പൊ അതിനെല്ലാം പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്സിന്റെ ചാർജ് ആയ കുറെ ആൾക്കാരുണ്ട്, അല്ലെ? ആരോഗ്യം തരാൻ ആരാണ് തന്നിക്കണേ? നല്ല കറക്റ്റ് ടൈമിൽ എത്തിയിട്ടാണ്. ആരോഗ്യം തരുന്ന ആരാണ്? സൂര്യഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട്, അല്ലേ? പിന്നെ നല്ലൊരു കല്യാണം നടത്താൻ ആരെ സഹായിക്കാം? ശ്രീപാർവതി, അല്ലേ? എന്നാ ശ്രീപാർവതി. പിന്നെ വിഗ്രഹങ്ങളൊക്കെ മാറണേ, വിഘ്നാശ നല്ല വിഗ്രഹമല്ല. ഈ ഗണപതി ശേഖിയ വിഗ്രഹം പറഞ്ഞറിയോ? ഗണപതി നടയില്ലേ? യത്പാദ പല്ലവയുഗം വിനിധായ കുംഭ ദന്തേ പ്രണാമ സമേ സഘനാദി രാജ വിഘ്നാമിഹന്ത മലമസ്യ ജഗത്രയ. ഈ മലിനമായ വിഘ്നങ്ങൾ മാറ്റാനാണ് അവിടെ ഗണപതി വന്നേക്കണേ. അത് മലിനമായ നമ്മൾ ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന വിഘ്നങ്ങൾ മാറ്റാനാണ് ശരിക്കും ഗണപതി നമ്മൾ നോക്കണ്ടേ. പക്ഷെ ഇവിടെ എന്ത് വിഘ്നങ്ങളാ? നമ്മുടെ വീട് വെച്ചിരിക്കോ പ്രശ്നം വന്നിട്ട് അതെല്ലാം വിഗ്രഹങ്ങളാണ്. എന്ത് നടന്നാലും വിഗ്രഹം, ഏത് സംരംഭം എടുത്താലും അത് വിഗ്രഹമാണ്. അത് മാറ്റണമെങ്കിൽ നമുക്ക് ഗണപതിക്ക് ഒരു ഗംഭീര ഹോമം നടത്തി, ഗണപതി ഹോമം തന്നെ നടത്തിക്കളയണം, എന്നാൽ എല്ലാ വിഗ്രഹങ്ങളും മാറിക്കിട്ടും. അപ്പോ വിഗ്രഹത്തിന് ഗണപതി ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ദേവന്മാര് പോലും ആരാധിക്കുന്ന ആരെയാണ്? അതുകൊണ്ട് ദേവദേവ
ഈ വിഡ്ഢിയായ മനുഷ്യ, നീ ആരെടുത്താണോ നിങ്ങൾ ഈ കാര്യങ്ങൾ നടത്താനായിട്ട് പോകുന്നത്, അവർ പോലും ആരാധിക്കുന്നത് ദേവദേവനാണ്. അങ്ങനെയാണ് ദേവനാണ് ഭഗവാൻ കൃഷ്ണൻ. ജഗത്പദേ, അത് വാക്കാണ് ജഗത്പദേ. എന്താ ജഗത്പദേ? എല്ലാത്തിന്റെയും പതിയായിരിക്കുന്നത്, എല്ലാത്തിന്റെയും പ്രൊട്ടക്ടറായിട്ട്. പ്രൊട്ടക്ടർ, നിങ്ങൾ അവസാനത്തെ ലാസ്റ്റ് ആശ്രയം, എല്ലാത്തിന്റെയും ഫൈനൽ റിസോർട്ട്. നമുക്ക് റിസർവ് ബാങ്കിനെ പറ്റി പറയാനുണ്ട്. എല്ലാ ബാങ്കേഴ്സ് ബാങ്ക് പറയും ഫൈനൽ റിസോർട്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിനെ പറ്റി പറയും. എന്ന് പോലെ അവസാനത്തെ റിസോർട്ട്, അവസാനത്തെ ഇടയ്ക്ക് ജനാർദ്ദന വാക്ക് പോയിക്കുന്നുണ്ട് നെക്സ്റ്റ് ലാസ്റ്റ് റിസോർട്ട്. അവസാനത്തെ റിസോർട്ട് ഭഗവാൻ, ഏറ്റവും അവസാനത്തെ ആശയം ഭഗവാനാണ് ജഗത്പതി. എല്ലാത്തിന്റെയും അവസാനം പ്രൊട്ടക്ടറായിട്ട് നിൽക്കുന്ന പതി എന്ന് വെച്ചാൽ അർത്ഥം? പതി മീൻസ് പ്രൊട്ടക്ടർ. ഭർത്താവ് പതി എന്ന് വിളിക്കുന്നത് സപ്പോസ് ടു പ്രൊട്ടക്ട് ഹിസ് വൈഫ് എന്ന പോലെയാണ് പ്രൊട്ടക്ടർ. ഹി പ്രൊട്ടക്ട്സ് ജഗത്, ഹോൾ ജഗത്ത് ഭഗവാനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയണം. അപ്പോ ഇന്ന് റിയലൈസേഷന്റെ ആ ഗ്ലോറിഫിക്കേഷൻ അവിടെ കാണും. എന്തുമാരും ഗ്ലോറിഫൈ ചെയ്യണം. അപ്പോ കോൺകോക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കോൺകോക്ഷൻ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഭഗവാനെ പറ്റി വെറുതെ കോൺകോക്ട് ചെയ്യാൻ ആവശ്യമില്ല. ഭഗവാന്റെ ശരിക്കുള്ള ക്വാളിറ്റീസ്, ഭഗവാന്റെ വ്യക്തിയാണ്, ഭഗവാന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വളരെ സ്പഷ്ടമായിട്ട് അർജുൻ ഓരോ എണ്ണി പറയണം. പക്ഷെ ചില ആൾക്കാർ കോൺകോക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വിമലാചാര്യന്റെ സ്തോത്രരത്ന എന്ന് പറയുന്ന ഒരു വലിയൊരു കൃതിയുണ്ട്. സ്തോത്രരത്ന വായിച്ചിരിക്കുകയാണെങ്കിൽ എന്താണത്? സ്തോത്രരത്ന. അതില് ശിലപ്രഭാത 2 ദിക്കിലെ കോട്ട് ചെയ്യുന്നുണ്ട് ഈ സ്തോത്രരത്ന. 2-ാം അധ്യായത്തില് 55-ാമത്തെ ശ്ലോകത്തിലോ പിന്നെ 18-ാം അധ്യായത്തിലെ ഒരു ശ്ലോകത്തിലും അല്ല, സോറി 11-ാമത്തെ അധ്യായത്തിൽ തന്നെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഈ യമുനാചാര്യ കോട്ടിയുണ്ട്. അതിൽ യമുനാചാര്യരുടെ സ്തോത്രത്തിലെ ഒരു അതിഗംഭീരമായ ശ്ലോകം ഉണ്ട്. ഭവന്തം ഏവം അനുചരൻ നിശേഷ പ്രശാന്ത നിശേഷ മനോരഥാന്തര കഥാഹം ഏകാന്തിക നിത്യകിങ്കരം പ്രഹർഷയാമി സനാത ജീവിതം. ഭവന്തം ഏവ അനുചരൻ നിരന്തരം, അങ്ങയുടെ കാൽപ്പാടുകൾ മാത്രം ഫോളോ ചെയ്യുന്നു. നിരന്തരം മീൻസ് എപ്പോഴും, വേറെ യാതൊരു ആക്ടിവിറ്റി ഇല്ല. ഭഗവാന്റെ കാലുകൾ മാത്രം ഫോളോ ചെയ്യും, വേറെ യാതൊരു ആക്ടിവിറ്റി ഇല്ല. ഒന്നും ബാങ്കിൽ പോകണ്ട, കോളേജിൽ പോകണ്ട, ഒരു കാര്യം ചെയ്യണ്ട, വീട്ടിൽ പോകണ്ട. നിരന്തരം ഭഗവാൻ. ഭവന്തം ഏവ അനുചരൻ നിരന്തരം പ്രശാന്ത മനോരഥ നിശേഷ മനോരഥാന്തരം. മറ്റേ മായാവാദി ഫിലോസഫറിന്റെ കോൺകോക്ഷൻ, മനോരഥം എന്താണ്? മനോരഥം മീൻസ് കോൺകോക്ഷൻ. മനസ്സിൽ നിന്നുണ്ടാകുന്ന കുറെ കോൺകോക്ഷൻ ഉൽപ്പന്നങ്ങൾ മനോരഥം. നിശേഷം, മുഴുവൻ അവസാനിപ്പിച്ച മുഴുവൻ. അപ്പൊ പ്രശാന്തം, അപ്പൊ മനസ്സ് വളരെ ശാന്തമായ, വളരെ സന്തോഷം. വെറും ശാന്തമല്ല, പ്രശാന്തം. പക്ഷെ ഞാൻ വളരെ തെളിഞ്ഞിരിക്കുന്ന ശാന്തത, വളരെ തെളിഞ്ഞ് മനസ്സ് മുഴുവൻ തെളിഞ്ഞിരിക്കുക. അപ്പോഴാണ് when you stop the concoctions about കൃഷ്ണ അങ്ങനെയാവും, കൃഷ്ണ എങ്ങനെയാണ്, അങ്ങനെയാണ് കൃഷ്ണൻ അതിങ്ങനെ. ഇന്നത്തെ ഒരു മാധുമി ഫിൽഡാണ് നമ്മുടെ ജന്മാഷ്ടമി ദിവസം ഓഗസ്റ്റ് 15 ഞാൻ മറച്ചു നോക്കുമ്പോ ഏതൊരു വലിയ ആൾ എഴുതിയില്ല, കൃഷ്ണൻ ഭയങ്കര എന്താ പറയാ തത്വജ്ഞാനിയാണ്. ഹെഡിങ് എങ്ങനെയാണ്? കൃഷ്ണൻ ഏറ്റവും വലിയ തത്വജ്ഞാനിയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൃഷ്ണനെ അങ്ങനെ കണക്കാക്കുന്ന ആൾക്കാരുണ്ട്. കൃഷ്ണൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. കൃഷ്ണൻ ഒരിക്കലും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന് ഒരിക്കലും പറയില്ല. നമ്മൾ 3 കാര്യം മനസ്സിലാക്കുക. എന്താണ്? കൃഷ്ണ ഇസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എന്ന ഏറ്റവും വലിയ റിയലൈസേഷൻ. അവിടേക്കല്ലേ പറഞ്ഞ കൃഷ്ണൻ ഭയങ്കര മഹാനായ ദാർശനികൻ എന്നാ പറയുന്നത്. ദാർശനികനാണ്. നിങ്ങൾ നോക്കിയോ, ഓഗസ്റ്റ് സെപ്റ്റംബർ 15 നമ്മുടെ ജന്മാഷ്ടമി 15 ഏതോ ഒരു കണ്ടു, ഹെഡിങ് മാത്രമേ നോക്കിയോ. അതല്ലേ ഹെഡിങ് എന്തായാലും കൃഷ്ണൻ മഹാദാർശനികൻ അല്ലേ? മഹാപുരുഷനല്ലേ പറഞ്ഞേ, മഹാദാർശനികൻ. പുരുഷനെ പിന്നെ മഹാദാർശനികൻ. കൃഷ്ണൻ വലിയൊരു ഫിലോസഫറാണ്. അത്രത്തോളം റിയലൈസേഷൻ. പക്ഷെ അത്രയ്ക്കേ വന്നിട്ടുള്ളൂ, മുഴുവൻ റിയലൈസേഷൻ വന്നിട്ടില്ല. അപ്പൊ അവിടെ കോൺകോക്ഷൻ വന്നു. അപ്പൊ ഈ കോൺകോക്ഷൻ മുഴുവൻ അവസാനിക്കുമ്പോഴാണ് പ്രശാന്തമായിരിക്കുന്നത്. കഥാഹം ഏകാന്തിക നിത്യകിങ്കരം. എപ്പോഴാണ് ഞാൻ ഏകാന്തികം എന്ന് വെച്ചാൽ വേറെ യാതൊരു കാര്യങ്ങളില്ലാണ്ട്, ഏകാന്തം എന്താണ്? വേറെ യാതൊരു ആക്ടിവിറ്റി ഇല്ലാണ്ട് നിത്യകിങ്കരം. കഥാഹം ഏകാന്തിക നിത്യകിങ്കരം പ്രഹർഷയിഷ്യാമി സനാഥ ജീവിതം. അപ്പോ എനിക്കൊരു നാഥനുണ്ട്. I belong to Krishna. I am part and particle of Krishna. എന്ന് ആ
ആ റിയലൈസേഷൻ എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് എന്ന് യാമനാചാര്യ ചോദിക്കുകയാണ്. എന്ത് ഗംഭീരമായ ശ്ലോകം നോക്കും. ആ ഒറ്റ ശ്ലോകം കൊണ്ട് അദ്ദേഹം ശരിക്കും ആ ഫിലോസഫി മുഴുവൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഭവന്ത ഏവ അനുചരൻ നിരന്തരം പ്രശാന്ത നിശേഷ മനോരഥാന്തരം കഥാഹം ഏകാന്തിക നിത്യകിങ്കരം പഹർഷയിഷ്യാമി സനാത ജീവിതം. ആ ശ്ലോകം മനസ്സിലാക്കിയുള്ളൂ. അപ്പോ കോൺകോക്ഷൻസ് മുഴുവൻ അവസാനിപ്പിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത്ര ഗംഭീരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെന്തിന് ഗ്ലോറിഫൈ ചെയ്യണം ഭഗവാനെ? നമ്മളെന്തിന് സ്പിരിച്വൽ മാസ്റ്റർ ഗ്ലോറിഫൈ ചെയ്യണം? വൈ വി ഗ്ലോറിഫൈ? എന്തിനാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം? കൃഷ്ണഭക്തി നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടി, ഫോർ മൈ ബെനിഫിറ്റ്, നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ എത്രത്തോളം നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ ഭഗവാനെയും, എത്രത്തോളം നമുക്ക് സ്പിരിച്വൽ മാസ്റ്റർ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് പ്യൂരിഫിക്കേഷൻ വരും. അതുകൊണ്ടാണ് ധ്രുവ രാജാവ് ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. തീരെ വാക്കുകൾ തടസ്സമായിട്ട് നിൽക്കുകയാണ്, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഭഗവാൻ ആ ശംഖ് എടുത്തിട്ട് തലയിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പോഴാണ് പിന്നെ ഫ്ലോ പോലെ ഇങ്ങനെ കുറേ ശ്ലോകങ്ങൾ അടിച്ചു വരുന്നത് ധ്രുവരാജ. അപ്പൊ നമ്മൾ ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട് എന്നാൽ ഭഗവാന്റെ കരുണ കൊണ്ട് മാത്രമാണ് പരമസത്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ഭഗവാന്റെ പൂർണ്ണമായ കരുണ ഉണ്ടെങ്കിൽ ആരുടെ കരുണ വേണം? ഫസ്റ്റ് പ്രഭു കാസിൽ പറഞ്ഞല്ലേ, ഇത് ശിഷ്യനെ ഭാവാനന്ദ പ്രഭുവിനോട്, ഭാവാനന്ദ മഹാരാജനോട് പറയണം, ഇഫ് യു വാണ്ട് കൃഷ്ണ, if you want to know Krishna, you have to come through me only. കൃഷ്ണനെ കിട്ടണമെങ്കിൽ ആദ്യം സ്പിരിച്വൽ മാസ്റ്ററെ മനസ്സിലാക്കി സ്പിരിച്വൽ മാസ്റ്ററിനെ സേവ ചെയ്താൽ മാത്രമേ കൃഷ്ണ. അപ്പൊ കൃഷ്ണന്റെ പരമ കരുണ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം തന്നെ ഗുരുവിനെ കരുണ കിട്ടണം, എന്നാൽ മാത്രമേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഗുരുവിനെയും ഗ്ലോറിഫൈ ചെയ്യണം. എത്രത്തോളം നമുക്ക് ഗുരുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഗ്ലോറിഫൈ ചെയ്യണം എന്നാണ്. അപ്പൊ ഫോർ അവർ പ്യൂരിഫിക്കേഷൻ ആണ്, ഫോർ അവർ ബെനിഫിറ്റ്. പോലെ പ്രഹ്ലാദ് മഹാരാജിനെ ഇതിൽ പറയുന്നത് എങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ല. അദ്ദേഹം പറയാണ് എനിക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. നരസിംഹ ഭഗവാൻ മുമ്പിൽ നിൽക്കുകയാണ്, എന്നിട്ട് പറയാണ് എനിക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞ കഥാസു എന്താ അദ്ദേഹം പറയുന്നത് ചെയ്യാൻ ഇതം തന്മന കഥാസു വിഗുണ്ഡനാഥ പ്രഹർഷ്യാമി ദുരിതം അസാധു തീവ്രം. മനസ്സിനെ പറ്റിയുള്ള 4 ഡെഫിനിഷൻ ആണ്. ദുരിത മീൻസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ സിൻഫുൾ ആക്ടിവിറ്റീസ്. നമ്മുടെ മനസ്സ് എപ്പോഴും സിൻഫുൾ ആക്ടിവിറ്റീസിൽ വിനിയോഗിക്കണം. ദുഷ്ടം ഓൾവേസ് പൊള്യൂട്ടഡ്. നമ്മുടെ ഒരു വ്രണം ഉണ്ടെങ്കിൽ അതിൽ ചലം പറയില്ലേ, അതിൽ ദുഷ്ടം നിറഞ്ഞിരിക്കുക പറയും അല്ലേ. ഒരു വ്രണം ഉണ്ടെങ്കിൽ ദുഷ്ടം നിറഞ്ഞിരിക്കുക, പക്ഷെ അതിൽ നിറയെ വൃത്തികളുണ്ട്, ചലക്കി നിൽക്കണം. അപ്പൊ അതിനെ ദുഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്യൂട്ടഡ്. ദുഷ്ട അസാധു, ഡിസോണസ്റ്റ്. നമ്മളതിനെ വായിച്ചാൽ നമ്മൾ വെരി വെരി ഡിസോണസ്റ്റ് അറ്റ് ടൈംസ്. തീവ്രം വെച്ചാൽ അൺകൺട്രോളബിൾ, ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മനസ്സിന് യാതൊരു കൺട്രോളില്ല. ചില നേരത്ത് നമുക്ക് തോന്നും നമുക്ക് ഏറ്റവും കഴിവുള്ള, ലോകത്തെ ഏറ്റവും കഴിവുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളതാണ് നമ്മളാണ്. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളെ പോലെ കഴിവെട്ടാൻ ഒരു ഇല്ല എന്നുള്ള ഫീലിംഗ് വരും അല്ലേ. നമ്മുടെ മനസ്സിൽ നോക്കി അറിയാതെ അങ്ങനെയാണ്. സാധു തീവ്രം, കാമാതുരം, ശോക, ഹർഷശോകം. Kamatha always engaged in lusty thoughts. Harshashoga, sometimes very happy, sometimes very very sad. Bhayam, always fearful also. Aturam, always interested in getting money. ഈ കാര്യങ്ങളത് കഥാഹം എപ്പോഴാണ് എങ്ങനെയാണ് അങ്ങേ നമുക്ക് വാഴ്ത്താൻ പറ്റുക? ഹൗ ഐ ക്യാൻ ഗ്ലോറിഫൈ യു കൃഷ്ണ വിത്ത് ഓൾ ദീസ് തിങ്സ്, ഹൗ ഐ ആം ഏബിൾ ടു ഗ്ലോറിഫൈ യു എന്നാണ് പ്രഹ്ലാദ് മഹാരാജ്. അപ്പൊ നമ്മുടെ പ്രഹ്ലാദ് മഹാരാജിന്റെ സിറ്റുവേഷൻ, നമ്മുടെ സിറ്റുവേഷൻ അവിടെ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോ നമുക്ക് ശരിക്കും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് നോക്കിയുള്ളൂ, നമുക്ക് മാക്സിമം എത്രയാണ് നമുക്ക് പറയാൻ പറ്റും സുപ്രീം പേഴ്സണാലിറ്റി ഗോഡ്, അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറം നമുക്ക് കൃഷ്ണനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് മക്കളില്ലേ പറയും കൃഷ്ണൻ പറയാൻ, കല്ലധികം ആ ഫ്ലോ ഒരിക്കലും നമുക്ക് കിട്ടില്ല. പക്ഷെ അർജുൻ ഭയങ്കര റിയലൈസേഷൻ വന്നതാണ്. അർജുൻ ശരിക്കും റിയലൈസേഷൻ വന്നാൽ ഭഗവാൻ എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പടിയായിട്ട് അദ്ദേഹം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം ഇന്ന കൃഷ്ണൻ എന്ന്. അത് ആരുടെ ബെനിഫിറ്റ് വേണ്ടി പറഞ്ഞു കൊടുക്കണം? ആരുടെ ബെനിഫിറ്റാണ്? ഭഗവാനെ എതിർത്ത് പ്രവർത്തിക്കുന്ന മായാവാദികൾ, അവർക്ക് വേണ്ടി പറഞ്ഞു.
അപ്പൊ ഭഗവാൻ എത്ര കമ്പാഷനേറ്റ് പ്രഭു രണ്ട് എക്സാമ്പിൾ പറഞ്ഞില്ലേ? ക്ലാസ്സിൽ പറഞ്ഞ 2 എക്സാമ്പിൾ ഭഗവാൻ ഭയങ്കര കമ്പാഷനെ കാണിക്കുന്ന 2 എക്സാമ്പിൾ അദ്ദേഹം കൂട്ടി ചെയ്തിരുന്നു. ഏതാ 2 എക്സാമ്പിൾ? ക്ലാസ് കേട്ടത് ഓർമ്മയുണ്ടാവണം. എത്രയോ കൃഷ്ണാവിന് ഏറ്റവും കമ്പാഷൻ ആണ് എന്ന 2 എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞു. ഏതാണ്? രണ്ടാമത്തെ ക്ലാസ്സിലെ പറഞ്ഞത് പൂതന. ആദ്യം പൂതനെ പറ്റി. പൂതന എന്താണ്? ബാലനിഗ്രഹമാണ് ഏറ്റവും എന്താ പറയാ മോസ്റ്റ് സിൻഫുൾ, ഒറ്റ ഹൊറിഫൈ ആയിട്ടുള്ള സിൻഫുൾ ആക്ടിവിറ്റിയാണ് ബാലവധം അല്ലെങ്കിൽ ബാലനിഗ്രഹമാണ്. ഈ ബാലനിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് പൂതന വരുന്നത്. അങ്ങനെയുള്ള പൂതനയ്ക്ക് മാതൃസ്ഥാനം നൽകണം. പിന്നെ വരുന്ന ഔറംഗസീബ്. ഔറംഗസീബ് എന്താ ചെയ്യുന്നത്? എല്ലാ വിഗ്രഹങ്ങളും അടിച്ചു പൊട്ടിച്ചിട്ട് സ്റ്റെപ്സ് ആക്കി വെച്ചു വേണം. അങ്ങനെയുള്ള ഔറംഗസീബിന് ജഗന്നാഥന് ദർശനം കൊടുക്കുന്നത്. അപ്പൊ എത്ര കമ്പാഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ഡിസേർവിംഗ് കാൻഡിഡേറ്റ് ഇന്ന ആളായിരിക്കും വിചാരിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല വിചാരിക്കും. ഭഗവാൻ വേറെ അതാണ് നമുക്ക് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല പറഞ്ഞു. നമ്മുടെ ഓരോ ക്വാളിഫിക്കേഷൻ നോക്കി ഓരോത്തേക്ക് നോക്കിയിട്ട് ഇന്ന ആൾക്ക് കൂടുതൽ ഡിസേർവിംഗ് ആണോ, ഇയാളുടെയാണ് ചാൻസ് കൂടുതൽ അല്ലേ. നേരത്തെ വേറെ എക്സാമ്പിൾ പറയാം. ഓരോന്നും നോക്കിക്കുകയാണെങ്കിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയോട് ചോദിക്കുകയാണ് ആൾക്കാരെ, ആരാണ് കൃഷ്ണ കോൺഷ്യസ്നസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ആളുകൾ ചെയ്യുമ്പോൾ ഈ മഹാരാജ നയനാനന്ദ മഹാരാജ് അല്ലെ, നയനാനന്ദ മഹാരാജ് വായിച്ചു എന്നെ തന്നെയാണ് എന്നെ നോക്കണ ഞാൻ തന്നെയാ സ്പ്രെഡ് ചെയ്യാൻ പോണ എന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം നോക്കിയത് ആരെയാണ്? ശീല പ്രഭുപാദരെയാണ് നോക്കിയത്. എന്ന് പറയണത് നമ്മൾ വിചാരിക്കും ഭഗവാന്റെ ക്വാളിറ്റീസ് കരുണ എന്നുള്ളത് ചിലപ്പോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ക്വാളിറ്റി ഉണ്ട്, ഡിസേർവിംഗ് കാൻഡിഡേറ്റ്സ് വരുന്നത് അവരെ ആയിരിക്കും കിട്ടാൻ പോകണം. പക്ഷെ കിട്ടുന്ന ആൾക്കായിരിക്കും നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഭയങ്കര ആൾക്കാർ കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പൊ ദാറ്റ് ഈസ് കൃഷ്ണ. നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ വിനീത ഭാഗത്ത് സ്വീകരിക്കാനേ പറ്റും. എന്നതുപോലെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ വളരെ കമ്പാഷനേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരിക്കലും മായാവി ഫിലോസഫർ ജ്ഞാനം അറിയാൻ അവരെ അവർ മനസ്സിൽ ദേഷ്യപ്പെടുന്ന കാര്യമില്ല. They are also part and parcel of Krishna, but unfortunately because of their bad karma അവര് ഭഗവാന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി നിഷേധിച്ചുകൊണ്ട് ഏറ്റവും ഒഫൻസീവ് ആയിട്ട് കാര്യമാണ്. തീർച്ചയായിട്ടും ഒഫൻസീവ് പറയുമ്പോൾ ഒഫൻസീവ് അങ്ങേയറ്റം നമുക്ക് പ്രതികരിക്കാം. പക്ഷേ ഒരിക്കലും വെറുപ്പ് പാടില്ല, ഒരിക്കലും ദേഷ്യം അവരെ മനസ്സുകൊണ്ട് ഒരിക്കലും അതും. പക്ഷേ we can use our anger to destroy them, destroy their philosophy. Always we can do that, but we cannot hate them. ആളെ മനസ്സിലാ വെറുപ്പ് അങ്ങനെ തന്നെ അല്ലാതെ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അഫക്ട് ചെയ്യും. അത് മാത്രമല്ല ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാർക്ക് ചെയ്യുന്ന വരാതെ കൂടിയാണ്. ബിക്കോസ് ആഫ്റ്റർ ഓൾ ദേ ആർ പാർട്ടിക്കിൾസ്, പാർട്ട് ആൻഡ് പാർട്ടിക്കിൾ കൃഷ്ണ. അപ്പോ എങ്ങനെയാണ് അർജുനൻ നമുക്ക് മനസ്സിലാക്കിയത്? അർജുനൻ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കിയത്? ആ വഴിക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഭഗവാന്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അറ്റ്ലീസ്റ്റ് നമുക്ക് ഭഗവാന്റെ ആ ഭക്തിയിലേക്ക് നിൽക്കാനുള്ള ആ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. വേറെ നമുക്ക് ആശയം വൈ പ്രഭാത് ഇസ് നോട്ട് ഫാളിംഗ് ഡൗൺ, വൈ പ്രഭാത് ഇസ് നോട്ട് ഫാളിംഗ് ഡൗൺ. പ്രഭാതമില്ല, ഞാൻ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. ചില ആൾക്കാർ പറയണ്ട നമ്മുടെ സായിബാബ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് മീ ഇസ് വെൽ ഐ നോ ഐ ആം ഗോഡ്, യു ഡോണ്ട് നോ യു ആർ ഗോഡ്. അതാണ് ഡിഫറൻസ് നമ്മൾ തമ്മിൽ. പക്ഷെ പ്രഭാത് പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞു. പ്രഭാതമല്ല ഡിഫറൻസ് ബിറ്റ്വീൻ ബി യു ആൻഡ് മീ ബിക്കോസ് യു വിൽ ഫോൾ ഡൗൺ, യു മേ ഫോൾ ഡൗൺ, ഐ വിൽ നൗ ഫോൾ ഡൗൺ എന്ന് പറഞ്ഞിട്ട് അവസാനം നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്താണ് രാസ് ബിഹാരി മുമ്പിൽ വെച്ചിട്ട് കൃഷ്ണ രാസ് ബിഹാരി പ്ലീസ് ഡോണ്ട് ലെറ്റ് മീ ഫോൾ ഡൗൺ. അപ്പൊ എന്താ കാര്യം? ഭഗവാനെ ഏത് സമയത്തും ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്ലീസ് ഡോണ്ട് ലെറ്റ് മീ ഫോൾ ഡൗൺ. വിഷ്ണുവിനകത്ത് വളരെ കറക്റ്റ്. ഒരു നിമിഷം പോലും, അർദ്ധ നിമിഷം പോലും കൃഷ്ണനെ അല്ലാതെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മോഹം വ്യക്തം മാത്രമാണ്. വേറെ ഒന്നും ജസ്റ്റ് നമുക്ക് നോക്കിയാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് നോക്കിയാൽ കൃഷ്ണ ചിന്ത അല്ലാണ്ട് ഏത് ചിന്ത വന്നാലും അത് വെറും മോഹം മാത്രമാണ്. ഇറ്റ്സ് ഓൾ ഇല്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും ആ ഇല്യൂഷൻ പാടില്ല. എപ്പോഴും കൃഷ്ണ ലെറ്റ്സ് നോട്ട് ഫോൾ ഡൗൺ. അറിയാണ്ട് നമ്മൾ എപ്പോഴും ഇല്യൂഷനെ വിടാം. അവിടെ പ്ലീസ് അതിന്റെ മൂർധന്യത്തിലെ കൃഷ്ണനെ മറക്കാതിരിക്കുക. നമ്മള് ഗൃഹസ്ഥനാണ്, പക്ഷെ ഒരിക്കലും നമ്മളെ ഗൃഹവേദിയാക്കരുതേ എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത്. We are grihastha, but somehow or other, നമ്മുടെ beautiful wife, by relatives, my children, അവരുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അപ്പൊ നമുക്ക് ഭയങ്കര പാവങ്ങൾ. അവർ they need me, they need my support. നമ്മൾ I am a Vaishnava, I am very compassionate, അവരെ ഹെൽപ്പ് ചെയ്യണം. പതുക്കെ slowly നമ്മൾ കംപ്ലീറ്റ് അവരുടെ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. Then our fall down is sure, certain ആണ്.
പ്രഭുവിനെ ഇപ്പൊ ഞാൻ പ്രഭു എന്നോട് ചോദിക്കണില്ല, ഐ പ്രോമിസ്ഡ് യു വൺ ബുക്ക്. ഏതാണ്? ഞാൻ മറന്നു, 2 ദിവസം ഞാൻ മറന്നു, പ്രഭു വീട്ടിൽ നമ്മൾ മറന്നു. യു ഷുഡ് റിമൈൻഡ് മീ. അതെ, ഓക്കെ, ഓക്കെ. പക്ഷെ അതാണ് ഒരിക്കലും ഭഗവാനില് നമ്മള് ഒരിക്കലും ഗൃഹസ്ഥ ഈസ് ഓക്കെ, ബട്ട് ഗൃഹമേധി സിറ്റുവേഷൻ ഒരിക്കലും വരരുത്. നമ്മുടെ സെൽഫിഷ് ഇൻട്രസ്റ്റ്. അപ്പൊ പല ആൾക്കാരെ ചില വൈഫിനെ ഭർത്താവ് ഒരിക്കലും മനസ്സിലാക്കുന്നില്ല, ദേ ഡോണ്ട് വാണ്ട് മീ ടു ഗോ ടു ദിസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹു ഈസ് അൾട്ടിമേറ്റ്ലി ലോസ്? അങ്ങനെയുള്ള ഭർത്താവിനെ നമ്മൾ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാര്യയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തി, ഓക്കെ ഞാൻ നിർത്താൻ പോവാണ്, ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്ന ചില ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം. വൈ വി ഷുഡ് ഡു ദാറ്റ്? വൈ വി ഷുഡ് ഡു ദാറ്റ്? വളരെ വ്യക്തമായിട്ട് നമ്മുടെ പൊസിഷൻ ക്ലിയർ ആയിട്ട് പറയും, ഇതാണ് നമ്മുടെ പൊസിഷൻ. ഐ വാണ്ട് ടു ഡു ദിസ്. ഐ ആം ട്രൈങ് ടു ബി എ ഡിവോട്ടി ആൻഡ് ആസ് പെർ അവർ സ്പിരിച്വൽ മാസ്റ്റർ, ആസ് പെർ ശാസ്ത്രാസ്, ദീസ് ആർ ദ മിനിമം തിങ്സ് വിച്ച് വി റിക്വയർ ടു ഡു ആൻഡ് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ. ആർക്കും എന്നെ എതിർക്കാൻ പറ്റും. ഞാൻ എന്റെ ഭയങ്കര ഒരു എന്താ പറയുക വെല്ലുവിളിയായിട്ടുള്ള സ്വയത്തിലല്ല പറയണം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് ചെയ്തേ മതിയാവൂ. ഐ ആം ഇൻട്രസ്റ്റഡ് മൈ ഓൺ വെൽഫെയർ. ഞാൻ ഏറ്റവും വലിയ സ്വാർത്ഥനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ സ്വാർത്ഥനാണ്. ശരിയാണ്, ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ വെൽഫെയർ എന്നുള്ള എനിക്ക് കൃഷ്ണനെ കിട്ടണം. കൃഷ്ണനെ കിട്ടണമെങ്കിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഗുരു മാസ്റ്റർ പറയുന്നത് അത് ചെയ്തേ മതിയാകൂ. അത് കാരണം ഞാനത് ചെയ്യും. അർജുനൻ ആണ് ഞങ്ങളുടെ മോഡൽ. അർജുനൻ ഏത് വഴിക്ക് പോയോ ആ വഴി ഞങ്ങൾ പോകും എന്ന് പറയുന്നത് എന്താ പ്രശ്നം? അത് പറഞ്ഞില്ലെങ്കിൽ അവർ ഫോൾ ഡൗൺ ഈസ് ഷുവർ, സർട്ടൻ ആണ്. അപ്പൊ ആർക്ക് ഫോൾ ഡൗൺ ചെയ്യണം? ആർക്കൊക്കെ താഴെയിട്ട് പോകണം? കൈ കൊടുത്ത്. ആർക്ക് താഴെ പോവാതിരിക്കണം? ഹരേ കൃഷ്ണ. താങ്ക് യു. രണ്ടില്ലാത്തല്ലേ? കൃഷ്ണന്റെ ബില്ല് നടന്നോട്ടേ ആയിരിക്കും അല്ലെ? അങ്ങനെയാണോ? കൈ പൊക്കാത്ത രണ്ടില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. ആർക്കൊക്കെ താഴെ പോവാതിരിക്കണം? Who doesn't want to fall down? എല്ലാവരും പൊക്കിയല്ലേ? ആർക്കും താഴെ പോകണ്ട, എല്ലാവർക്കും പോകാനായിട്ട് പോകണം. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോ കുറച്ച് ഫേം ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ as a devotee we are supposed to do this and we have to do this and we must do it. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ അതിനായിട്ട് ഭഗവാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്സവം എക്സാക്ട്ലി 2 weeks ആയുള്ളൂ നമുക്ക്. അതിന്റെ മീറ്റിംഗ് പോയിട്ടുണ്ട്. എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യണ്ടേ. ഞാൻ ഇയാളെ പറഞ്ഞു, വി ഷുഡ് നോട്ട് മിസ് സത്സംഗ്. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വളരെയധികം ഡിവോട്ടീസ് ചെയ്യണം. പക്ഷേ ദിനേഷ് പ്രഭു ഇതൊക്കെ, പക്ഷേ സത്സംഗ് മിസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യരുത്. ഇന്നൊരു ഫയറിംഗ് കാലത്ത് ഞാൻ ഫയറിംഗ് കൊടുത്തു അല്ലേ? യു ഫീൽ ബാഡ് കമ്മിങ് ഓവർ ഹിയർ? താങ്ക് യു. ടൂത്തേക്കാണ് എനിക്ക് പറ്റില്ല, ഭയങ്കര ടൂത്തേക്കായിട്ട് വീട്ടിലിരുന്നാൽ ഞാൻ ടൂത്തേക്ക് കൂടെ ഉള്ളൂ. ഹാപ്പി. അതേപോലെ ദിനേഷിനും യു ക്യാൻ ഡു ദാറ്റ് സർവീസ്, ബട്ട് അതേ സമയത്ത് സത്സംഗ് മിസ് ചെയ്യരുത്. നമ്മൾ എന്തിനാ ചെയ്യാം? അല്ലെങ്കിൽ മെക്കാനിക്കലാവും. ഒരു രഥം ഉണ്ടാക്കണു, ഒരു രഥം വിളയ്ക്കണു, അത് വയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ കുറെ കളക്ഷനോട് കുറെ കാര്യം കുറച്ച് കാശ് വാങ്ങിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണോ, അത് ചെയ്യണം. അത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ? ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും, അതിൽ കുറച്ച് കാഷ് കളക്ഷൻ ഉണ്ടാവും, അതിൽ കുറച്ച് പല പരിപാടികൾ ഉണ്ടാവും. അതും നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ നമ്മുടെ ആ ഭക്തിയുത പരിപാടി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഓൺലി ടു പ്ലീസ് കൃഷ്ണ ദാറ്റ് വി ആർ ഡൂയിങ് ദിസ്. അപ്പൊ എപ്പോഴും മനസ്സിലാവണം, വി ഷുഡ് പ്ലീസ് കൃഷ്ണ ആൻഡ് വി ഷുഡ് വർക്ക് ഹാർഡ് ആൻഡ് വി ഷുഡ് വർക്ക് ഇന്റലിജന്റ്ലി ഓൾസോ. വർക്ക് സ്മാർട്ട് ആയിരുന്നു. വർക്ക് സ്മാർട്ട്. നമ്മള് പലപ്പോ ഈ ഇതിൽ തന്നെ കുറച്ച് ലാബ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ മീറ്റിംഗിൽ പറയാം. കുറച്ച് ലാബ്സ് എനിക്ക് അടക്കം ലാബ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് എഡ്യൂക്കേഷൻ ഫോർ അസ്. നമ്മൾ വർക്ക് ഹാർഡ് മാത്രം ചെയ്യാൻ പറ്റില്ല, വി ഹാവ് ടു വർക്ക് ഇന്റലിജന്റ്ലി ഓൾസോ. ശീല പ്രഭാതക്കും പറയാറുണ്ട്, എപ്പോഴാണ് കൃഷ്ണ വിട്ടുകാഴ്ച പോയുണ്ട് നമ്മളെ കൃഷ്ണ കുറെ സേവ ചെയ്താൽ കിട്ടുന്നവര് നോ. കൃഷ്ണനെ ഭയങ്കര സർവീസ് ചെയ്താൽ കിട്ടാൻ മാത്രമാണ് നോ. യു ഷുഡ് സെർവ് ഹിം ഇന്റലിജന്റ്ലി ഓൾസോ എന്ന് പറയുന്നുണ്ട്.